നമസ്തേ. കഴിഞ്ഞ 2 വീഡിയോകളിൽ സൂര്യനെക്കുറിച്ചും ചന്ദ്രനെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. 9 ഗ്രഹങ്ങൾ, 12 രാശികൾ, 12 ക്ഷേത്രങ്ങൾ എന്ന് പറയും. 12 ക്ഷേത്രങ്ങളുമാണ് ജ്യോതിഷത്തിലെ ബേസിക്കായിട്ട് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കേണ്ട കാര്യങ്ങൾ. 12 ക്ഷേത്രങ്ങളിൽ ഈ 2 ക്ഷേത്രങ്ങൾ ഓരോ ഗ്രഹങ്ങൾ എടുക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സൂര്യനും ചന്ദ്രനും ഓരോ ക്ഷേത്രങ്ങളാണ് ഉപയോഗിച്ചത്. ക്ഷേത്രനാഥന്മാരെന്ന് പറയും. കർക്കടകം രാശിക്ക് ചന്ദ്രനും ചിങ്ങം രാശിക്ക് സൂര്യനുമായിരുന്നു. ഇനി വരുന്ന ഗ്രഹങ്ങളെല്ലാം ഒരു ഗ്രഹത്തിന് 2 ക്ഷേത്രം എന്ന രീതിയിൽ ക്ഷേത്രത്തിൻ്റെ ഓണർഷിപ്പ്, ക്ഷേത്രത്തിൻ്റെ നാഥന്മാരെന്ന് പറയും, ക്ഷേത്രനാഥന്മാരായിട്ട് വരും. അങ്ങനെ ചൊവ്വയ്ക്ക് രാശിചക്രത്തിൻ്റെ ആദ്യത്തെ രാശിയായ മേടം രാശിയും അതുപോലെ തന്നെ രാശിചക്രത്തിൻ്റെ 8ാം രാശിയായ വൃശ്ചികം രാശിയുടെയും നാഥനായിട്ടാണ് ചൊവ്വയെ കണക്കാക്കുന്നത്. ചൊവ്വ എന്ന് പറയുന്ന ഗ്രഹം ഒരുപാട് പേരുദോഷം വാങ്ങിച്ചുള്ള ഒരു ഗ്രഹമാണ്. ഒരു പക്ഷേ ജ്യോതിഷത്തിന് തന്നെ ഇത്രമാത്രം മോശം പേരുണ്ടാക്കി തന്നത് ഈ ചൊവ്വയാണ്. യഥാർത്ഥത്തിൽ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചൊവ്വ മംഗളൻ എന്നാ പറയുക, മംഗളകാരകൻ. ചൊവ്വയ്ക്ക് അത്രമാത്രം ദോഷമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയം കൊണ്ട് അത് ദോഷമായി പോയതാണ് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ചൊവ്വ അത്ര വലിയ ദോഷകാരകനല്ല. പാപനായിട്ട് വരിക, മുഴുവൻ പാപൻ ശനിയും രാഹുവാണ്. ചൊവ്വ 3/4 പാപത്തേ ഉള്ളൂ. പക്ഷെ ചൊവ്വയുടെ കയ്യിലാണ്. ചൊവ്വയുടെ കാൽ ശുഭത്വം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ധൈര്യവും വീര്യവുമാണ്. ധൈര്യം, വീര്യം, വിക്രമ സ്വഭാവം. ആ ധൈര്യം, വീര്യം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അത്യന്താപേക്ഷിതമാണ്. പുരുഷാർത്ഥങ്ങളിൽ ഇതും ഒരു പ്രധാനമാണ്. ധൈര്യം, വീര്യം എന്ന് പറയുന്നത് എന്ത് കാര്യത്തിനും ധൈര്യവും വീര്യവും വേണം. ഒരു കാര്യത്തിന് നമ്മൾ നടത്തിയെടുക്കണമെങ്കിൽ, എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ധൈര്യം അല്ലെങ്കിൽ വീര്യം എന്നീ കാര്യങ്ങൾ നമുക്ക് വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ചൊവ്വയുടെ പ്രാധാന്യം ജാതകത്തിൽ മനസ്സിലാക്കുക തന്നെ വേണം. ചൊവ്വയ്ക്ക് ശുഭകാരകത്വങ്ങളെന്ന് പറയുന്നത്, ചൊവ്വ നിർവികാര ഗ്രഹം കൂടിയാണ്. ചൊവ്വയുടെ കാരകത്വം, ജീവകാരകത്വം എന്ന് പറയുന്നത് സഹോദരനാണ്. ചൊവ്വ സഹോദരനെ കുറിക്കുന്നു. ജഡകാരകത്വം എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങളുണ്ട്. നിർവികാരകത്വമാണ് പ്രധാനമായും വരിക. ചൊവ്വ ഒരു നിർവികാര ഗ്രഹമാണ്. ചൊവ്വ സൈന്യാധിപനായിട്ടാണ് കണക്കാക്കുക. ദേവസൈന്യാധിപൻ എന്ന രീതിയിൽ നമ്മുടെ മുരുകനെ കണക്കാക്കുന്ന പോലെയാണ്. ചൊവ്വയുടെ നാഥൻ മുരുകനാണ്. അതുകൊണ്ട് തന്നെ ദേവസൈന്യാധിപൻ, ഒരു സേനയുടെ നാഥൻ എപ്പോഴും ഒരു മനസ്സ് കൊടുക്കാതെ തന്നെ യുദ്ധത്തിന് വേണ്ടി സന്നദ്ധനാകുന്ന തരത്തിൽ ചൊവ്വ ഒരു യുദ്ധസന്നദ്ധ ഗ്രഹമാണ്. എപ്പോഴും പോരാട്ടവീര്യം കൂടിയ, ധൈര്യം, വീര്യം തരുന്ന ഒരു വല്ലാത്ത ശക്തിയുള്ള ഒരു ഗ്രഹമാണ്. അത് ചൊവ്വ ഉണ്ടെങ്കിലാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് ധൈര്യവും വീര്യം വേണ്ട. എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ വാഹനം ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചൊവ്വയുടെ ബലം വേണം. ചൊവ്വ ബലം നിൽക്കുന്ന ഒരാൾ വണ്ടി വളരെ സ്പീഡിൽ ഓടിച്ചു പോകുന്നതാണ്. ചൊവ്വയുടെ എക്സാമ്പിൾസ് പറയാം. പിന്നെ ചൊവ്വയുടെ അതീവ ശുഭകാരകത്വം എന്ന് പറയുന്നത്, ചൊവ്വ ബലം വന്നു കഴിഞ്ഞാൽ, ബലം എന്ന് പറയുന്നത് ചൊവ്വയ്ക്ക് ഗുരു ദൃഷ്ടിയോഗം, ശുക്രൻ ദൃഷ്ടിയോഗം, അതുപോലെ തന്നെ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയോഗം, അല്ലെങ്കിൽ വെളുത്തപക്ഷ ചന്ദ്രൻ്റെ ദൃഷ്ടിയോഗം. വെളുത്തപക്ഷ ചന്ദ്രൻ വന്നാൽ തന്നെ ചന്ദ്രമംഗളയോഗം എന്ന് പറയും. ചന്ദ്രമംഗളയോഗം, ശുക്രമംഗളയോഗം, ഗുരുമംഗളയോഗം. അതായത് ചൊവ്വ ഗുരുവിൻ്റെയോ ശുക്രൻ്റെയോ ചന്ദ്രൻ്റെയോ ഒക്കെ കൂടെ നിൽക്കുന്നത് മംഗളയോഗമായിട്ട് വരും. അപ്പം അങ്ങനെ ചന്ദ്രൻ്റെ കൂടെയോ അല്ലെങ്കിൽ ശുക്രൻ്റെ കൂടെയോ ഗുരുവിൻ്റെ കൂടെയോ ചില സമയത്ത് ചിങ്ങം രാശിയിൽ ഒറ്റയ്ക്ക് നിന്നാലോ, ചില സമയത്ത് വൃശ്ചികം രാശിയിൽ ഒറ്റയ്ക്ക് നിന്നാലോ, മേടം രാശി പുരുഷരാശി ആയതുകൊണ്ട് പുരുഷരാശിയിൽ ആഗ്നേയ ഗ്രഹമായിട്ടുള്ള ചൊവ്വ അവിടെ നിൽക്കുന്നത് കുറച്ച് ക്ഷോഭം ഇതൊക്കെ വർദ്ധിപ്പിക്കും. പക്ഷേ വൃശ്ചികം രാശിയിൽ വലിയ ദോഷം ചെയ്യില്ല. ഇങ്ങനെയുള്ള സമയത്ത് ചൊവ്വ ഈ പറഞ്ഞ മേടം രാശിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയോ വൃശ്ചികം രാശിയിൽ ഒറ്റയ്ക്ക് നിൽക്കുകയോ കേതുവിൻ്റെ യോഗം ചെയ്യുകയോ ഗുരു ദൃഷ്ടിയോഗം, ശുക്രദൃഷ്ടിയോഗം
പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടിയോഗം ഇത്യാദി വകുപ്പുകളൊക്കെ വരികയാണെങ്കിൽ ചൊവ്വ നമ്മളെ ഡോക്ടറാക്കും. അത് ചന്ദ്രാലോ ലഗ്നാലോ 10ാം ഭാവവുമായിട്ടൊരു ബന്ധം കൂടി ഉണ്ടാവണം. ചന്ദ്രാലോ ലഗ്നാലോ 10ാം ഭാവ ബന്ധം കൂടി വരികയാണെങ്കിൽ ഈ ചൊവ്വ നമ്മളെ ഡോക്ടറാക്കും. അപ്പോൾ ഡോക്ടറാവാൻ പ്രധാന ഗ്രഹം എന്ന് പറയുന്നത് ചൊവ്വയാണ്. കാരണം അത് നിർവികാര ഗ്രഹമാണ്. ഡോക്ടർ എന്ന് പറയുന്നത് നിർവികാരതയോടുകൂടി ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ജീവനുള്ളൊരു വസ്തുവിനെയാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ കീറുക പൊളിക്കുക. രക്തം കണ്ടാൽ ഭയം വരാൻ പാടില്ല. ഭയം വരാതിരിക്കണമെങ്കിൽ ചൊവ്വയ്ക്ക് ബലം വേണം. രക്തം കണ്ടാൽ ഭയക്കുന്നവർക്കൊക്കെ ചൊവ്വ ബലമില്ലാത്തവരാണ്. രക്തം കണ്ടാൽ ഭയമില്ലാത്ത ആളുകളൊക്കെ ചൊവ്വ ബലമുള്ളവരാണ്. ചൊവ്വയ്ക്ക് വളരെയധികം ബലമുണ്ടെങ്കിലാണ് അതിൻ്റെ ഏറ്റവും 1-ാം നമ്പർ ശുഭത്വം എന്ന് പറയുന്നത് ഡോക്ടറാണ്. പിന്നെ സ്പോർട്സ് ഏറ്റവും ടോപ്പ് വന്നത് ഡോക്ടറാണ്. പിന്നെ അതിൻ്റെ താഴെയാണ് സ്പോർട്സ്, അതുപോലെ സിവിൽ എൻജിനീയറിങ്, കെട്ടിടം ഉണ്ടാക്കുക, അതുപോലെ തന്നെ ചുവന്ന വസ്തുക്കളുമായിട്ടുള്ള ജോലികളൊക്കെ പറയാം. സ്പോർട്സ് ഉണ്ട്, സിവിൽ എൻജിനീയറിംഗ് ഉണ്ട്, ഭൂമി ക്രയവിക്രയങ്ങൾ, അതായത് റിയൽ എസ്റ്റേറ്റ്. അങ്ങനെ ചൊവ്വ കുറച്ചും കൂടി ശുഭത്വം കുറഞ്ഞു കഴിഞ്ഞാൽ കുക്കിങ്, ബേക്കറിയിൽ അതുപോലെയുള്ള തീയുമായി ബന്ധപ്പെട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ചന്ദ്രബന്ധമൊക്കെ വരുമ്പോഴാണ് കുക്കിങ്, ഇങ്ങനെയുള്ള ജോലികളൊക്കെ ചെയ്യും. ചൊവ്വയ്ക്ക് ശുഭത്വം വരുമ്പോൾ ഉണ്ടാകുന്ന ജോലികൾ. ചൊവ്വ ഒരു ജാതകത്തിൽ ഏറ്റവും ബലവാനായി 10ാം ഭാവത്തോട് ചന്ദ്രാലോ ലഗ്നാലോ 10ാം ഭാവവുമായിട്ട് ബന്ധവും വരികയാണെങ്കിൽ അത് ഈ രീതിയിലാണ്. ഒന്നുകിൽ അയാൾ ഡോക്ടറായിരിക്കും, അല്ലെങ്കിൽ അയാൾ കെട്ടിട നിർമ്മാണം ആയിരിക്കും, എഞ്ചിനീയറോ അങ്ങനെയുള്ളതായിരിക്കും, അല്ലെങ്കിൽ സ്പോർട്സിൽ ടോപ്പായിരിക്കും. അതുപോലെ IPSനും ചൊവ്വ മാത്രം പോരാ, IPSന് യൂണിഫോം ജോലികളൊക്കെ ചൊവ്വയുടെയാണ്. അത് പ്രത്യേകിച്ചും ഈ IPS പോലുള്ളത്. IPSന് ചൊവ്വ മാത്രം പോരാ, സൂര്യനും ഗുരുവും കൂടി ചേർന്നാണ്. ഓരോ ഇതിനും ഡോക്ടറാവണമെങ്കിലും അതുപോലെ തന്നെ സൂര്യനും ഗുരുവും കൂടെ 3 ഗ്രഹങ്ങളെ ചേർത്താണ് ഒരു ജോലി തീരുമാനിക്കുക. ഒരു ഗ്രഹത്തിനെ മാത്രം വെച്ചിട്ടല്ല, ഒരു ഗ്രഹം മാത്രമായിട്ട് കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ ചൊവ്വ പ്രധാന ഗ്രഹമാണ്. അപ്പോൾ സൂര്യനും ഗുരുവും സപ്പോർട്ടായിട്ട് നിൽക്കും ചെയ്തു കഴിഞ്ഞാലാണ് മെഡിസിൻ കിട്ടുന്നത്. കാര്യം സൂര്യൻ എന്ന് പറയുന്നത് പ്രകാശത്തിൻ്റെയും ശക്തിയുടെയും, അതുപോലെ തന്നെ ഗുരു എന്ന് പറയുന്നത് രക്ഷാകാരകനാണ്. ഒരു മനുഷ്യനെ രക്ഷിക്കണം നമ്മൾ. ഡോക്ടർ എന്ന് പറയുന്നത് രക്ഷിക്കാൻ തൽപരനായിരിക്കണം, അല്ലാതെ ശിക്ഷിക്കാൻ തൽപരനായിരിക്കുന്നത്. ഇതേ ചൊവ്വ പാപത്വം വന്നു കഴിഞ്ഞാൽ ശിക്ഷിക്കാൻ, അതായത് ഗുരുബന്ധമില്ലാതെ, ഗുരുവിൻ്റെ ശക്തിയില്ലാതെ ഗുരു പാപനായിക്കെ പോയി നിൽക്കുന്ന ജാതകത്തിൽ ഇയാൾ റൗഡിയായിരിക്കും. കാര്യം ഇയാൾക്ക് രക്തം ഭയം ഉണ്ടാവില്ല, വെട്ടുകൊല അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ യോഗ്യനായിരിക്കും. കാര്യം ഗുരുബന്ധം വന്നില്ലെങ്കിൽ. പക്ഷെ ഗുരുബന്ധം വരുമ്പോഴോ, ഗുരുവിൻ്റെ ശുഭത്വം വരുമ്പോഴോ, ഗുരു ശുഭനായിരിക്കുമ്പോഴോ, ചൊവ്വയും സൂര്യനും ഗുരുവും ബലമായിരിക്കുമ്പോഴൊക്കെയാണ് മെഡിസിൻ, ഡോക്ടർ എന്ന് പറയുന്നത് വരുന്ന അവസ്ഥ വരുന്നത്. അതാണ് ചൊവ്വയുടെ ഒരു കാരകത്വങ്ങൾ എന്ന് പറയുന്നത്. ഡോക്ടറാവാം, സിവിൽ എൻജിനീയറിംഗ് ആവാം, അതുപോലെ തന്നെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ആവാം, സ്പോർട്സ്മാൻമാർക്കൊക്കെ ചൊവ്വ നല്ല ബലമുണ്ടാവും. അതുപോലെ ചൊവ്വ തരുന്നതാണ് കുക്കിങ്, ഭൂമി ക്രയവിക്രയങ്ങൾ, അതായത് റിയൽ എസ്റ്റേറ്റ്, ചൊവ്വയുമായി ബന്ധപ്പെട്ട റെഡുമായി ബന്ധപ്പെട്ട ജോലികൾ, റെഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചൊവ്വയെക്കുറിച്ചാണ് ചിന്തിക്കുക. അപ്പോൾ ചൊവ്വ മേടരാശിയിൽ ചൊവ്വ എന്ന് പറയുന്നത് അതീവ പാപത്വം തന്നെയാണ്. അത് കൂടുതൽ ദേഷ്യം കൂടിയ വ്യക്തിയായിരിക്കും ചൊവ്വ. മേടലഗ്നക്കാർക്കും വൃശ്ചിക ലഗ്നക്കാർക്കൊക്കെ ജനറ്റിക്കലി കുറച്ച് ദേഷ്യവും സ്പീഡും കൂടുതലായിരിക്കും എന്നുള്ളതാണ്. ചൊവ്വയ്ക്ക് ശുഭത്വം, ചൊവ്വയുടെ ഉച്ചബലം, സ്വക്ഷേത്രങ്ങളെക്കുറിച്ച് പറഞ്ഞു. അത് മേടം വൃശ്ചികമാണ്. നീചക്ഷേത്രമായിട്ട് വരിക കർക്കടകം രാശിയാണ്. കർക്കടകത്തിൽ ചന്ദ്രൻ്റെ രാശിയാണ്. ചന്ദ്രൻ്റെ രാശി ബന്ധുക്ഷേത്രമാണെങ്കിൽ പോലും അവിടെയാണ് ചൊവ്വയ്ക്ക് നീചം വരുന്നത്. ഉച്ചം വരുന്നത് മകരത്തിലാണ്, ശനിയുടെ ശത്രുവിൻ്റെ ക്ഷേത്രത്തിലാണ്. ശനിയായിട്ട് നല്ല ബന്ധത്തിലല്ല, അതുകൊണ്ട് തന്നെ. പക്ഷെ എന്നാലും അവിടെ ഉച്ചം വരെ മകരത്തിലാണ്. ചൊവ്വ ഈ 6 ക്ഷേത്രങ്ങൾക്ക് യോഗകാരകനാണ്. പ്രധാനമായിട്ടും മേടം വൃശ്ചികത്തിന് ലഗ്നാധിപനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ യോഗം വരും. രണ്ടാമത് സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും ക്ഷേത്രങ്ങൾ. കർക്കടക രാശിക്കും ചിങ്ങൻ രാശിക്കും പ്രത്യേകം ചൊവ്വ യോഗകാരകനാവും. ഒരു യോഗകാരക ഗ്രഹം എന്ന് പറയുമ്പോൾ ഒരു കേന്ദ്രത്തിൻ്റെയോ ഒരു ത്രികോണത്തിൻ്റെയോ
ത്രികോണക്ഷേത്രം, കേന്ദ്രം എന്ന് പറയുന്നത് അറിയാം, 1, 4, 7, 10 ഈ ഭാവങ്ങളുടെ ആധിപത്യം വരണം. 2 ത്രികോണാധിപത്യം 1, 5, 9 ഈ ആധിപത്യങ്ങൾ, കേന്ദ്രത്തിൻ്റെയോ ത്രികോണത്തിൻ്റെയോ ആധിപത്യം ഒരു ഗ്രഹത്തിന് വരുന്നതാണ് പ്രധാനമായും യോഗകാരക ഗ്രഹം എന്ന് പറയുക. അത് നോക്കിക്കഴിഞ്ഞാൽ കർക്കടകം ലഗ്നം എടുത്തു കഴിഞ്ഞാൽ കർക്കടക ലഗ്നത്തിന് കർക്കടകം, ചിങ്ങം, കന്നി, തുലാം, വൃശ്ചികം എന്ന് പറയുന്ന 5ാം രാശിയും അതുപോലെ തന്നെ 10ാം രാശി മേടം എന്ന് പറയുന്നത് 10ാം രാശിയായിട്ട് വരും. അതുകൊണ്ട് ഒരു 5, 10, 5 എന്ന് പറയുന്ന ത്രികോണം, 10 എന്ന് പറയുന്ന കേന്ദ്രം. അങ്ങനെ കർക്കടക ലഗ്നത്തിന് യോഗകാരകൻ ഗ്രഹം വന്നിട്ട് ചൊവ്വയായിരിക്കും. ചിങ്ങ ലഗ്നത്തിന് 4ാം രാശിയും വൃശ്ചികമാണ്, 9ാം രാശി മേടമാണ്. അങ്ങനെ 4 എന്ന് പറയുന്ന കേന്ദ്രവും 9 എന്ന് ത്രികോണവും വരുന്ന ആ ഒരു ഗ്രഹത്തിനെയാണ് ചൊവ്വ യോഗകാരക ഗ്രഹമായിട്ട് കർക്കടക രാശിക്കാർക്കും കർക്കടക ലഗ്നക്കാർക്കും ചിങ്ങ ലഗ്നക്കാർക്കും വരും. അപ്പോൾ ചൊവ്വ യോഗം തരുന്നത് മേടം ലഗ്നത്തിന്, വൃശ്ചികം ലഗ്നത്തിന്, കർക്കടകം, ചിങ്ങം ലഗ്നങ്ങൾക്ക്, പിന്നെ ഗുരുവിൻ്റെ ലഗ്നങ്ങളായ ധനു അതുപോലെ തന്നെ മീനം ലഗ്നങ്ങൾക്ക്. ഈ 6 ലഗ്നങ്ങൾക്കാണ് ചൊവ്വ യോഗകാരക ഗ്രഹമായി വരുന്നത്. ഏറ്റവും മോശമായിട്ട് വരിക ബുധൻ്റെ ക്ഷേത്രങ്ങളായ മിഥുനം, കന്നി രാശികളാണ്. മിഥുനം രാശിക്ക് 6ാം രാശിയായിട്ട് വൃശ്ചികം വരും. കന്നി രാശിക്ക് 8ാം രാശിയായിട്ട് മേടം വരും. അപ്പോൾ മിഥുന ലഗ്നത്തിനോ കന്നി ലഗ്നത്തിനോ ചൊവ്വാദശ വരുന്നത് നന്നാവില്ല. പൊതുവെ ഒന്നുകിൽ 8ാം ഭാവാധിപൻ്റെ ദശയായിരിക്കും, അത് കന്നിയാണെങ്കിൽ 8ാം ഭാവാധിപൻ്റെ ദശയായിരിക്കും, മിഥുനാണെങ്കിൽ 6ാം ഭാവാധിപൻ്റെ ദശയായിരിക്കും. ഒട്ടും നന്നാവില്ല എന്നുള്ളതാണ്. ചില ലഗ്നങ്ങൾക്ക് ചില ദശകൾ വന്നുകൂടാ എന്നുള്ളതാണ്. ചൊവ്വ ഒരു പക്ഷേ നമ്മൾ ദോഷമായിട്ട് കാണുക 7-ൽ നിൽക്കുന്ന ചൊവ്വ, 8-ൽ നിൽക്കുന്ന ചൊവ്വ, 2-ൽ നിൽക്കുന്ന ചൊവ്വ, ചന്ദ്രാലോ ലഗ്നാലോ. കാര്യം വിവാഹവുമായി ബന്ധപ്പെട്ട് ചൊവ്വേനെ കുറിച്ച് ഒരുപാട് ദോഷങ്ങൾ, പാവം ചൊവ്വയാണ് ഒരു കണക്കിൽ. കാര്യം അതിനെക്കുറിച്ച് ഒരുപാട് ദോഷങ്ങൾ ജ്യോതിഷികൾ പറഞ്ഞ് ഒരുപാട് ദോഷങ്ങൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോഷമില്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ചിലത് സ്ഥാനത്തായിരിക്കും, ചിലത് അസ്ഥാനത്തായിരിക്കും. ഒരു ചൊവ്വയുടെ ദോഷം നമുക്ക് വരണമെങ്കിൽ ഇപ്പോൾ പ്രധാനമായിട്ടും ചൊവ്വയുടെ ദശ വരണം. നല്ല പ്രായത്തിൽ, അതായത് വിവാഹത്തിന് ശേഷം, ഒരുപക്ഷെ ചെറുപ്പത്തിൽ ആ ദശ വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ദോഷം ഫലിക്കുകയില്ല. ഇപ്പോൾ 7-ലോ 8-ലോ 2-ലോ നിൽക്കുന്ന ചൊവ്വ എന്താണ് പ്രധാനം? 7-ൽ ചൊവ്വ നിന്ന് കഴിഞ്ഞാൽ അത് ഭാര്യാഭാവത്തിനെ കാണിക്കുന്നതാണ് 7ാം ഭാവം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇണയുടെ ഭാവത്തെ കാണിക്കുന്ന ഭാവമാണ് 7ാം ഭാവം. അവിടെ ചൊവ്വ നിൽക്കുന്നത് ഒരു പാപൻ നിൽക്കുന്നു എന്നൊരു ഫലമാണ്. മറിച്ച് അതിൻ്റെ കൂടെ ഒരു ഗുരു നിന്ന് കഴിഞ്ഞാലോ അതിന് ശുക്രൻ നിന്ന് കഴിഞ്ഞാലോ ആ ഫലത്തിന് ഭംഗം വരും, ആ ഫലം ഉണ്ടാവില്ല. മാത്രമല്ല ഈ ചൊവ്വയുടെ ദശ വന്നില്ലെങ്കിൽ പോലും, ഈ ദശ വന്നില്ലെങ്കിൽ എന്തുണ്ടാവില്ല, പക്ഷെ ചൊവ്വ 7-ൽ നിന്ന് കഴിഞ്ഞാൽ ലഗ്നത്തിലേക്ക് നോക്കി അത്യാവശ്യം കോപിഷ്ഠനായിരിക്കും. പ്രവർത്തികൾ ഒരുപക്ഷെ ചിന്തിക്കാതെ ചെയ്യുന്ന ആളുമായിരിക്കും. അത് വേറൊരു വശമാണ്. അതിനുപരി ചൊവ്വയുടെ ദശ വരുന്നില്ല എന്ന് വയ്ക്കുക, 7-ൽ നിൽക്കുകയാണ്, 8-ൽ നിൽക്കുകയാണ്. 8-ൽ നിന്ന് കഴിഞ്ഞാൽ 2-ലേക്ക് നോക്കി കുടുംബത്തിനെ കെടുത്തുന്നതുകൊണ്ടാണ് വിവാഹം 30 വയസ്സിന് ശേഷമേ നടക്കുള്ളൂ. ചന്ദ്രാലോ ലഗ്നാലോ 8-ൽ അല്ലെങ്കിൽ 2-ൽ ചൊവ്വ വരികയാണെങ്കിൽ, 2ാം ഭാവമായിട്ട് ചൊവ്വയ്ക്ക് ബന്ധം വരികയാണെങ്കിൽ, ചന്ദ്രാലോ ലഗ്നാലോ 2ാം ഭാവമായിട്ട് ചൊവ്വയ്ക്കോ ശനിക്കോ രാഹുവിനോ ബന്ധം വരുന്നവർക്ക് 30 വയസ്സിന് ശേഷം വിവാഹം നടക്കുന്നവരാണ്. 30 വയസ്സ് വരെ വിവാഹം നടക്കാത്തവരൊക്കെ അവരുടെ ജാതകം എടുത്തു നോക്കിയാൽ ഒരു കാര്യം വ്യക്തമായിരിക്കും. ലഗ്നാലും ചന്ദ്രാലും 2ാം ഭാവവുമായിട്ട് ശനിക്കോ ചൊവ്വയ്ക്കോ രാഹുവിനോ സ്ഥിതി ഉണ്ടാവാം, ദൃഷ്ടി ഉണ്ടാവാം. ചൊവ്വയുടെ ദൃഷ്ടി അറിയാം. 4, 7, 8 ഭാവങ്ങളിലേക്കാണ് ചൊവ്വ. 4, 7, 8 ഭാവങ്ങളിലേക്ക് ചൊവ്വ ദൃഷ്ടി ചെയ്യും. ശനി 3, 7, 10 ഭാവങ്ങളിലേക്ക് ദൃഷ്ടി ചെയ്യും. ഏത് സമയത്തും ചൊവ്വയുടെയും ശനിയുടെയും ദൃഷ്ടി ഒരേമാതിരി ഒരു ഭാവത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഭാവം സർവനാശം വരും. ശനിയുടെയും ചൊവ്വയുടെയും ദൃഷ്ടി ഒന്നിച്ച് വരാൻ പാടില്ല. അതുപോലെ രണ്ടുമായിട്ട് ചൊവ്വയ്ക്കോ ശനിക്കോ രാഹുവിനോ ബന്ധം വന്നു കഴിഞ്ഞാൽ രാഹു നിൽക്കണം. രാഹു 2-ൽ നിൽക്കുക, ചൊവ്വ 2-ലേക്ക് നോക്കുക,
ശനി 2ലേക്ക് നോക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ചന്ദ്രാലായാലും ലഗ്നാലായാലും 2ലും നോക്കണം. അങ്ങനെ വരികയാണെങ്കിൽ വിവാഹം 30 വയസ്സിന് ശേഷമേ നടക്കുള്ളൂ. വിവാഹം നടക്കുന്നത് ഇതിനു മുമ്പുള്ള വീഡിയോകളിൽ ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. 3, 7, 11 ഭാവങ്ങളുമായി ബന്ധപ്പെടുന്ന ഗ്രഹങ്ങളുടെ ദശാപഹാര ചിത്രങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ 30 വയസ്സിന് ശേഷം വിവാഹം നടക്കും. 2ന് നിൽക്കുന്ന ചൊവ്വ അല്ലെങ്കിൽ 7ൽ നിൽക്കുന്ന ചൊവ്വ. ചൊവ്വേനെ കുറിച്ചാണ് പറയുന്നത്, അതുകൊണ്ട് ചൊവ്വ മാത്രം പറയാം. 2ലോ 7ലോ 8ലോ ചൊവ്വ നിൽക്കുന്ന സമയത്ത് വിവാഹത്തിന് ഡിലേ ഉണ്ടാവാം. പ്രത്യേകിച്ചും ചൊവ്വയുടെ ദശ വരുന്നില്ലെങ്കിൽ വേറെ വൈദവ്യദോഷങ്ങളൊന്നും വരാൻ ഒരു സാധ്യതയില്ല. മാത്രമല്ല ചൊവ്വയ്ക്ക് ശുഭദൃഷ്ടി ശുഭയോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് നല്ല കുറവുണ്ടാവും. ഇപ്പോൾ ഗുരുവിൻ്റെ ദൃഷ്ടിയോ യോഗം ഉണ്ട്, പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി യോഗമുണ്ട്, കേതു കൂടെ നിൽക്കുന്നുണ്ട് ചൊവ്വയുടെ എന്നുണ്ടെങ്കിൽ ചൊവ്വ ദോഷം ചെയ്യില്ല. ഇനി മിഥുനം കന്നി ലഗ്നങ്ങൾക്കാണെങ്കിൽ ആ ദശ ചൊവ്വയുടെ ദശ വന്നു കഴിഞ്ഞാൽ ദോഷം ചെയ്യും. അത് എന്ത് ശുഭത്വം വന്നാലും ആ ദോഷം ഭാഗികമായിട്ടെങ്കിലും ചെയ്തു പോകും. കാര്യം അഷ്ടമം 6 ഭാവാധിപൻ്റെ ദശയായതുകൊണ്ട് ചെറിയ രീതിയിലെങ്കിലും ചെയ്തു പോകും എന്നുള്ളതാണ്. കന്നിക്കും മിഥുനത്തിനും മാത്രം. അതുപോലെ ദശ വരാതെ ചൊവ്വ 7ൽ നിന്നു അല്ലെങ്കിൽ 8ൽ നിന്നു 2ൽ നിന്നു, ഇതിൻ്റെ ദശ വന്നില്ലെങ്കിൽ വൈദവ്യദോഷം അല്ലെങ്കിൽ ദമ്പതികളുടെ പിരിവ് അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിൽ ഡൈവോഴ്സ് ആവുക എന്ന് പറയുന്ന പ്രോബ്ലംസ് ഒന്നും ദശ വന്നില്ലെങ്കിൽ ഉണ്ടാവില്ല. ഗ്രഹം നിൽക്കുന്നത് കാരകത്വമാണ് കണക്കാക്കുന്നത്. ഇതിൻ്റെ ആധിപത്യം അല്ലെങ്കിൽ ആധിപത്യങ്ങൾ ദശയിലാണ് തരിക. അപ്പോൾ കന്നി ലഗ്നത്തിനും അതുപോലെ മിഥുന ലഗ്നത്തിനും ചൊവ്വ നിൽക്കുന്നുണ്ട് 2ൽ ചന്ദ്രാലോ ലഗ്നാലോ. അങ്ങനെ 2ൽ നിന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദോഷമല്ല. കാര്യം ആ ദശ വരുന്നില്ല എന്ന് വയ്ക്കാം. ദശ 70 വയസ്സിന് ശേഷമാണ് വരുന്നത്. 70 വയസ്സിന് ശേഷം പിരിഞ്ഞു പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ ഒരാൾ മരിച്ചു പോകും. അതല്ല 20 വയസ്സിന് മുമ്പാണ്. 20 വയസ്സിന് മുമ്പാണെങ്കിൽ ആ ദോഷം ഫലത്തിൽ വരില്ല, ഫലം ഉണ്ടാവില്ല. അപ്പോൾ ദശ ആണ് ഈ ഗ്രഹം നിൽക്കുന്നു എന്നുള്ളതിനേക്കാൾ ഉപരി ആ ഗ്രഹത്തിൻ്റെ ദശ വരുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം. ചൊവ്വാദോഷത്തിനൊക്കെ നോക്കുമ്പോൾ ചൊവ്വയുടെ ദശ വന്നാൽ മാത്രമേ ദോഷം ഭവിക്കുള്ളൂ. അതേ സമയത്ത് ഈ ഗോചരത്തിലെ ശനി, അഷ്ടമശനി അതുപോലെ ജന്മശനി എന്നുള്ളത് നടക്കുകയും ചെയ്യും. അതൊരു സ്വാഭാവികമായ വിഷയമാണ്. ചൊവ്വാദശ ദോഷദശകൾ വരുന്ന സമയത്ത് നമുക്ക് അഷ്ടമശനി ജന്മശനി പോലുള്ള കാര്യങ്ങളും കൂടി നടക്കുകയാണെങ്കിൽ അത് നല്ല ദോഷമായിട്ട് വരും. പൊതുവേ ഈ ഗോചര ഫലമാണ് എല്ലാവരും പറയുന്നതും മനസ്സിലാക്കുന്നതും അതാണ് വിശ്വസിക്കുന്നതും. പക്ഷേ ഗോചരഫലം ദശാപഹാര ചിത്രങ്ങൾക്ക് അധിഷ്ഠിതമായിട്ടാണ് നടക്കുക. 6ാം ഭാവാധിപൻ്റെ ദശ നടക്കുക, 8ാം ഭാവാധിപൻ്റെ ദശ നടക്കുക അല്ലെങ്കിൽ 12ാം ഭാവാധിപൻ്റെ ദശ നടക്കുന്ന സമയത്ത് ഗോചരത്തിൽ അഷ്ടമശനി അതുപോലെ ജന്മശനിയൊക്കെ വരുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആ നാശം ഉണ്ടാവും, നഷ്ടം ഉണ്ടാവും, ഒരു സംശയമില്ല. അതേ സമയത്ത് ലഗ്നാധിപന് ബലം ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാനുള്ള ശക്തിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം മറികടന്ന് നന്നായി വരും. ഇവിടെ ലഗ്നാധിപൻ്റെ ബലം ശക്തിയൊക്കെ വളരെ പ്രധാനമാണ്. ലഗ്നത്തിൻ്റെ ബലം, ലഗ്നാധിപൻ്റെ ബലം, ലഗ്നക്ഷേത്രത്തിൻ്റെ എത്ര ബലമുണ്ടോ അതുപോലെ ലഗ്നാധിപന് എത്ര ബലമുണ്ടോ അതിനനുസരിച്ചാണ് റിക്കവർ ഉണ്ടാവുക. അത് ലഗ്നാധിപൻ്റെ ബലത്തിനനുസരിച്ച് തന്നെയാണ് ദശകളും ഗോചരങ്ങളും ഒക്കെ നമുക്ക് ബലം തരാം. ഒരുപക്ഷെ പ്രതിസന്ധികളെല്ലാവരെയും ബാധിക്കും. നമ്മൾ തന്നെ ഭാരതത്തിൽ പലതരത്തിലുള്ള പ്രതിസന്ധികൾ പലപ്പോഴും ഉണ്ടാകും. പക്ഷെ ശക്തമായ നേതൃത്വം വരുന്ന സമയത്ത് നമ്മൾ ആ പ്രതിസന്ധികളെ അടിച്ചൊതുക്കുക ചെയ്യുന്നത്. അത് നമ്മുടെ ലഗ്നത്തിൻ്റെ ബലം എന്നാണ് കണക്കാക്കേണ്ടത്. ശക്തമല്ലാത്ത സമയത്ത് നമ്മൾ എന്ത് സംഭവിക്കും? അപ്പോൾ നമ്മൾ ഒതുങ്ങി നിൽക്കും. കാര്യം നമുക്കപ്പോൾ ലഗ്നബലം കുറവായിരിക്കും. നമ്മൾ ആ പ്രതിസന്ധികളെ ഒതുങ്ങി നിന്ന് കൈകാര്യം ചെയ്യും. കാര്യം നമുക്കതിനെ മറികടക്കാനുള്ള ശക്തി ഉണ്ടാവില്ല. പക്ഷേ ലഗ്നത്തിന് നല്ല ബലമുള്ളവർ അടിച്ചൊതുക്കും. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും അത് തലയ്ക്ക് മുകളിലേക്ക് കൊണ്ടുവരില്ല എന്നുള്ളതാണ്. അപ്പോൾ ലഗ്നബലത്തിനുള്ളവൻ കൈകാര്യം ചെയ്യുന്നത് അത് എന്ത് പ്രതിസന്ധിയാണെങ്കിലും എന്ത് പ്രശ്നമാണെങ്കിലും അത് കാലിൻ്റെ ചുവട്ടിലേക്ക് മാറ്റിയിട്ടാണ്. പക്ഷേ ലഗ്നബലമില്ലാത്തവൻ, ലഗ്നത്തിനും ലഗ്നാധിപനും ബലമില്ലാത്ത ഒരാൾ അയാളുടെ പ്രതിസന്ധികൾ, ബുദ്ധിമുട്ടുകൾ, പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുക, അതിനെ എടുത്ത് തലയിൽ വെച്ചിടും. അപ്പോൾ നമുക്ക് ഘനമായിട്ട് തോന്നും, ഭാരമായിട്ട് തോന്നും. പ്രതിസന്ധികളാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് തോന്നും. അങ്ങനെ തോന്നുന്നതിൻ്റെ കാരണം ലഗ്നത്തിന് ബലമില്ലാത്തതാണ്. ലഗ്നത്തിന് ആർക്കൊക്കെ ബലമുണ്ടോ ആ ലഗ്നബലത്തിനനുസരിച്ചാണ് പ്രതിസന്ധികളെ കൈകാര്യം ചെയ്യുന്ന രീതി ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ചൊവ്വ ഒരു ദോഷഗ്രഹം എന്ന് പറഞ്ഞുകൂടാ. ചൊവ്വയാണ് സമൂഹത്തിലെ പോലീസിനെ ഉണ്ടാക്കുന്നത്. ചൊവ്വയാണ് സമൂഹത്തിലെ ഡോക്ടറെ ഉണ്ടാക്കുന്നത്. ഡോക്ടറാവാൻ പ്രധാന ഗ്രഹം ചൊവ്വയാണ്. എല്ലാ ഡോക്ടർമാരുടെയും ജാതകം വേണമെങ്കിൽ എടുത്തു നോക്കിക്കോളൂ. ചൊവ്വയ്ക്ക് ശുഭത്വം ഉണ്ടാവും. ചൊവ്വ അതീവ ശുഭത്വം ഉണ്ടാവും.
അത് മിഥുന ലഗ്നമാണെങ്കിലും കന്നി ലഗ്നമാണെങ്കിലും ചൊവ്വ ശുഭനായി ഗുരുദൃഷ്ടിയിലോ ഗുരുയോഗത്തിലോ ശുക്രദൃഷ്ടിയിലോ ശുക്രയോഗത്തിലോ പൗർണമി ചന്ദ്രൻ്റെ ദൃഷ്ടി യോഗത്തിലോ ഉണ്ടെങ്കിൽ അഷ്ടമാധിപത്യ ബലം ദശയിൽ മാത്രമേ തരുള്ളൂ. മറിച്ച് അതിൻ്റെ കാരകത്വം ശുഭകാരകത്വങ്ങൾ ചൊവ്വയുടെ ശുഭകാരകത്വങ്ങൾ മെഡിസിൻ, അതുപോലെ പോലീസ്, കെട്ടിടം, അതുപോലെ സ്പോർട്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് എപ്പോഴും നിങ്ങൾക്ക് സ്ഥിരം തരുന്ന ഒരു ഇതാണ് ചൊവ്വ. അപ്പോൾ ആ ചൊവ്വ ശുഭനാണെങ്കിലും മിഥുന ലഗ്നമാണെങ്കിലും കന്നി ലഗ്നമാണെങ്കിലും ഡോക്ടറാവാം. ഏത് ലഗ്നം എന്നതൊന്നും പ്രധാനമല്ല ഡോക്ടറാവാൻ. ഡോക്ടറാവണമെങ്കിൽ ചൊവ്വയ്ക്ക് അതിശുഭത്വം വേണം. അപ്പോൾ ഏത് ഡോക്ടറുടെ ജാതകം എടുത്ത് നോക്കിയാലും ചൊവ്വ അതീവ ശുഭനായിരിക്കുന്നുണ്ടാവും എന്നുള്ളതാണ്. ചൊവ്വയ്ക്ക് അതീവ ശുഭത്വം ഉണ്ടാകുമ്പോഴാണ് ഒരു ഡോക്ടർ ഉണ്ടാകുന്നത്. അപ്പോൾ നീറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളൊക്കെ ശ്രദ്ധിക്കുക, അവരുടെ ജാതകത്തിൽ ചൊവ്വയ്ക്ക് അതീവ ശുഭത്വം ഉണ്ടാവും, അല്ലാതെ എഴുതാൻ പറ്റില്ല. അല്ലാതെ എഴുതില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കില്ല, നീറ്റിനെ കുറിച്ച് ചിന്തിക്കുക തന്നെയല്ല. അത് നഴ്സാണെങ്കിലും ശരി, മെഡിസിൻ എന്ന് പറയുന്ന ബന്ധപ്പെട്ട അത് ഇൻഷുറൻസ് ആണെങ്കിലും ശരി, വൃശ്ചിക രാശിയുമായി ചൊവ്വ ബന്ധം വരുമ്പോൾ ചെറിയ ശുഭത്വം വരികയാണെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട ജോലികൾ, അതുപോലെ നഴ്സിങ്, അതുപോലെ മരുന്ന്, ഇതെല്ലാം ചൊവ്വയ്ക്ക് ശുഭത്വം തന്നെയാണ്. അതിൻ്റെ കുറേ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ടാവാം. അപ്പോൾ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, അതിൽ ഏറ്റവും ടോപ്പാണ് ഡോക്ടർ എന്ന് പറയുന്നത്. ഡോക്ടർ എന്ന് പറയുന്നതിൽ ഏറ്റവും ടോപ്പാണ്. സൂര്യന് നല്ല ബലം വന്നു കഴിഞ്ഞാൽ ഡോക്ടർ ഹയർ സ്റ്റഡി ഉണ്ടാവും. MBBS മാത്രമാവില്ല, MD അതുപോലുള്ള ഉയർന്ന സ്റ്റഡി, സർജൻ, അങ്ങനെ വലിയ തരത്തിലേക്ക് കയറി പോകാൻ പറ്റുന്നത് സൂര്യന് അതിബലം വരുമ്പോഴാണ്. ചൊവ്വയുടെ കൂടെ ചൊവ്വ പ്രധാനമായിരിക്കണം, രണ്ടാമത് സൂര്യനായിരിക്കണം. സൂര്യൻ നല്ല ബലം കൂടി ഉണ്ടെങ്കിൽ നല്ല ടോപ്പായിട്ടുള്ള വിദ്യാഭ്യാസം മെഡിസിന് നേടാൻ പറ്റും. അപ്പോൾ ചൊവ്വ ശരിക്കും ശുഭത്വം തരുന്ന ഗ്രഹം തന്നെയാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ മംഗളകാരകൻ എന്നാണ് പറയുക. ഗുരുവിൻ്റെ കൂടെ മംഗളയോഗമാണ്, ശുക്രൻ്റെ കൂടെ ശുക്രമംഗളയോഗമാണ്. ഓരോ ഗ്രഹം, അതായത് ഏറ്റവും ധൈര്യവും വീര്യം തരുന്ന ഗ്രഹം ഇപ്പോൾ ശുക്രൻ്റെ കൂടെ നിൽക്കുന്ന ചൊവ്വ, ധൈര്യവും വീര്യവും തരുന്ന ചൊവ്വ എന്ത് തരും എന്നുള്ളത് ശുക്രൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ശുക്രൻ എന്ന് പറയുന്നത് കാമകാരകനും പ്രണയകാരകനൊക്കെയാണ്. പ്രണയകാരകനായ ശുക്രൻ്റെ കൂടെ ചൊവ്വ നിൽക്കുന്നവരുടെ ജീവിതത്തിലെ കാമവും പ്രണയമൊക്കെ വളരെ സക്സസ്ഫുള്ളായിരിക്കും. അവർക്ക് അതിനുള്ള ശക്തി കൂടുതലായിരിക്കും. ശുക്രൻ്റെ കൂടെ രാഹു നിൽക്കുമ്പോൾ കാമത്തിനെയും പ്രണയത്തിനെയും ഇല്ലാതാക്കും. ശുക്രൻ്റെ കൂടെ ശനി നിൽക്കുമ്പോൾ കാമത്തിനെയും പ്രണയത്തിനെയും വേറൊരു തരത്തിലായിരിക്കും, അതായത് മോശമായിട്ടുള്ള നല്ല രീതിയിലായിരിക്കില്ല. പക്ഷേ ചൊവ്വ നിൽക്കുമ്പോൾ ചൊവ്വ ശുക്രൻ്റെ കൂടെയുള്ളവർ എപ്പോഴും തന്നേക്കാൾ പ്രായം കുറഞ്ഞതോ അല്ലെങ്കിൽ തന്നേക്കാൾ കഴിവുറ്റതോ ആയിട്ടുള്ള ഇണയെ തിരഞ്ഞെടുക്കാനും അങ്ങനെ ഒരു നല്ല ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ നല്ലൊരു പ്രണയ ജീവിതം, നല്ലൊരു കാമജീവിതം തിരഞ്ഞെടുക്കാനൊക്കെ ചൊവ്വ ശുക്രയോഗം ഉള്ളവർക്ക് ഉണ്ടാകും. അതേസമയം ശുക്രന് ശനിയോ രാഹുവാണ് യോഗം വരുന്നത്, എന്ത് സംഭവിക്കും? ഒന്നുകിൽ തന്നേക്കാൾ ഒരുപാട് വയസ്സ് കൂടിയവരുമായിട്ടുള്ള പ്രണയബന്ധം അല്ലെങ്കിൽ അവരുമായിട്ടുള്ള വിവാഹബന്ധമായിരിക്കും ഉണ്ടാകുക. ചൊവ്വയാണെങ്കിൽ തന്നേക്കാൾ ഒരുപാട് താഴ്ന്ന വയസ്സുള്ളവരുമായിട്ടുള്ള അല്ലെങ്കിൽ തന്നേക്കാൾ യുവത്വമുള്ള ആളുകളുമായിട്ടുള്ള പ്രണയബന്ധം, കാമബന്ധമായിരിക്കും നിലനിർത്തുക. അപ്പോൾ ചൊവ്വ എന്തിനും ധൈര്യവും വീര്യവും കൊടുക്കുന്നൊരു ഗ്രഹമാണ്. ശുക്രൻ്റെ കൂടെ ചേരുമ്പോൾ പ്രണയത്തിനും കാമത്തിനൊക്കെ ധൈര്യവും വീര്യവും കൊടുക്കുകയും ചെയ്യും. അതുപോലെ ചന്ദ്രമംഗളയോഗം മനസ്സിന് ധൈര്യം, വീര്യം, പോരാട്ട വീര്യം, മിലിറ്ററിയും ചൊവ്വ തന്നെയാണ്. ചൊവ്വയ്ക്ക് ബലം വരുന്നവരാണ് മിലിറ്ററിയിലുണ്ടാവുക. ചൊവ്വയ്ക്ക് ബലമില്ലാത്തവർക്ക് മിലിറ്ററിയിൽ പോകാൻ പറ്റില്ല. ഡോക്ടറാവണമെങ്കിലും ചൊവ്വയ്ക്ക് ബലം വേണം. സ്പോർട്സിന് ചൊവ്വയ്ക്ക് നല്ല ബലം വേണം. കാര്യം ഈ ചൊവ്വ വരുന്നത് ശരീരത്തിലെ ബ്ലഡ് സർക്യൂട്ടിൻ്റെ സ്പീഡ് തന്നെ കൂടുതലായിരിക്കും. ശനി കൂടുതൽ ലഗ്നവുമായിട്ട് ബന്ധം വരിക അല്ലെങ്കിൽ കൂടുതൽ ജാതകത്തിൽ വരുന്നവർക്ക് ബ്ലഡ് സർക്യൂട്ട് കുറവായിരിക്കും. അവർ കൂടുതൽ എൻജിനീയറിംഗ് സെക്ഷനിലേക്കാണ് പോകാൻ പറ്റുക. നിദാനമായി, ശാന്തമായി, വളരെ ശാന്തമായി ചിന്തിക്കുന്നവരായിരിക്കും, വളരെ ക്ഷമാശീലരായിരിക്കും ശനിബന്ധം വരുന്നവർ. മറിച്ച് ചൊവ്വ വരുന്നവർക്ക് ക്ഷമാശീലമല്ല ഉണ്ടാവുക, ആക്ഷൻ വളരെ സ്പീഡായിരിക്കും, ബ്ലഡ് സർക്യൂട്ട് വളരെ കൂടുതലായിരിക്കും, വണ്ടി ഓടിക്കുന്ന വിധം കണ്ടറിയാം, വളരെ വേഗത്തിൽ വണ്ടി ഓടിക്കാൻ കഴിയും. ഇതൊക്കെ ചൊവ്വയുടെ ബലമാണ്. ചൊവ്വ ഒരു ജാതകത്തിൽ ബലം വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് എന്ത് കാര്യം നേടിയെടുക്കാൻ നമുക്ക് കഴിവുണ്ടാവും എന്നുള്ളതാണ്. ചൊവ്വയുടെ ശക്തി അപാരമാണ്. ചൊവ്വ ഒരു ശുഭഗ്രഹം, മുക്കാൽ പാപനാണ്. കാൽ ശുഭത്വം മതി. അതായത് ധൈര്യം, വീര്യം എന്ന് പറയുന്ന ഒരു പ്രധാനമായ ശുഭത്വം, ചൊവ്വ തരുന്ന ആ ശുഭത്വം നമുക്ക് എല്ലാവരുടെ ജീവിതത്തിലും അത്യാവശ്യമാണ് താനും. മറ്റു കുറേ ദോഷങ്ങൾ ചൊവ്വ തരും, നിർവികാരകത്വം തരും. ഒരു കൊലപാതകം നടത്തണമെങ്കിൽ അതും ചൊവ്വ തന്നെയാണ് ചെയ്യുന്നത്. ഒരു ബീഭത്സമായിട്ട് നമ്മൾ ഇറച്ചി വെട്ടുകാരനും ചൊവ്വ തന്നെയാണ്. ശനി ബന്ധം വരണം. ശനി ബന്ധം വരുന്നവർക്ക് ഇറച്ചി വെട്ടുകാരനായിരിക്കും.
പറഞ്ഞാൽ അതായത് ശനിബന്ധം വരുന്ന രക്തം കണ്ടാൽ പേടി പാടില്ല. കോഴീനെ അറുക്കുന്ന ആൾ അല്ലെങ്കിൽ ആടിനെ അറുക്കുന്ന പോത്തിനെ അറുക്കുന്നവർക്കൊക്കെ ചൊവ്വ നല്ല ബലം തന്നെയായിരിക്കും. പക്ഷേ ശനിബന്ധം വന്നിട്ടുണ്ടാവും. ശനിബന്ധം വരുന്നതുകൊണ്ടാണ് അവർ ഇറച്ചി വെട്ടുകാരനായിട്ടിരിക്കുന്നത്. ഇറച്ചി വെട്ടുകാരനും ചെറിയ അളവിൽ ചൊവ്വയ്ക്ക് ശുഭത്വം വരുന്നുള്ളതാണ്. അപ്പോൾ ചൊവ്വയുടെ ശുഭത്വം ഉണ്ടെങ്കിലേ പ്രവൃത്തി ചെയ്യാൻ പറ്റുള്ളൂ. പ്രവൃത്തിയുടെ കാരകൻ യഥാർത്ഥത്തിൽ ധൈര്യം വീര്യം തരുന്ന ചൊവ്വ തന്നെയാണ്. ചൊവ്വ എങ്ങനെയൊക്കെ നമ്മുടെ ജാതകത്തിൽ ബന്ധപ്പെട്ട് നിൽക്കുന്നോ അതിനനുസരിച്ച് അതിൻ്റെ ശുഭത്വത്തിനനുസരിച്ചാണ് നമ്മുടെ ജോലികൾ തീരുമാനിക്കപ്പെടുക. ചൊവ്വേനെക്കുറിച്ച് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. എന്തായാലും ഈ വീഡിയോയിൽ ഇത്രയും പറഞ്ഞിട്ട് നമസ്തേ.